മീഡിയ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം കഴിയുമ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് യൂട്യൂബ് ആൽഗോരിതം എന്ന് പറയുന്നത്. പണ്ടത്തെ യൂട്യൂബ് ആൽഗോരിതം വെച്ച് നോക്കുന്ന സമയത്ത് പുതിയ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള യൂട്യൂബ് ആൽഗോരിതം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പല യൂട്യൂബ് ചാനലുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ആദ്യത്തെ വീഡിയോസുകൾക്ക് വളരെ നല്ലൊരു റീച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് അവർ വീഡിയോസുകൾ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം കിട്ടിയ ആ ഒരു യൂട്യൂബ് റീച്ച് പിന്നീട് അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇതെങ്ങനെ പരിഹരിക്കാം? എങ്ങനെയാണ് യൂട്യൂബിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തും റീച്ചും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി ആദ്യമായിട്ട് ആ ഒരു ചാനലിലേക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് നല്ല രീതിയിലുള്ള ഇംപ്രഷൻസ് നൽകി നമ്മുടെ ആ ഒരു വീഡിയോസുകൾക്ക് നല്ല റീച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ തുടർന്ന് നമ്മൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടിയ ആ ഒരു റീച്ച് പിന്നീടുള്ള വീഡിയോസുകൾക്ക് കിട്ടാതെ ആവുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് ഇംപ്രഷൻസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 3 ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഇംപ്രഷൻസ് വരികയും നിങ്ങളുടെ വീഡിയോസുകൾ നല്ല റീച്ചിലേക്ക് പോകാനുമുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ തംബ്നെയിലാണ്. എപ്പോഴും ക്ലിക്കബിൾ ആയിട്ടുള്ളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. എന്താണ് ഈ ഒരു ക്ലിക്കബിളും ക്ലിക്ക് ബൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ക്ലിക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ ഉറപ്പായിട്ട് നമ്മുടെ ആ ഒരു തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലിക്കബിൾ ആയിട്ടുള്ള തംബ്നെയിൽ. ഇനി ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു തംബ്നെയിൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ചെറിയതായിട്ട് എന്തെങ്കിലും നടക്കുന്ന സംഭവത്തെ എക്സാജറേറ്റ് ചെയ്തിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ട് തംബ്നെയിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിലാണ്. അത്തരത്തിലുള്ള തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിൽ ഉണ്ടാക്കരുത്, എപ്പോഴും ക്ലിക്കബിൾ ആയിട്ടുള്ള തംബ്നെയിൽ ഉണ്ടാക്കുക. ക്ലിക്കബിൾ ആയിട്ടുള്ള തംബ്നെയിൽ എന്ന് പറയുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയോടെ ഓവറായിട്ട് മഴവില്ല് പോലുള്ള കളറുകളൊക്കെ കൊടുക്കാതെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ മറ്റൊരാൾ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ, അതായത് നമ്മുടെ വീഡിയോയിലേക്ക് എൻ്റർ ആകണോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ നമ്മുടെ വീഡിയോയിലുള്ള തംബ്നെയിലാണ്. സോ തംബ്നെയിൽ മാക്സിമം ബെറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്ന CTR കൂടുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലാണ്. സോ ഈ ടൈറ്റിൽ വലിയ കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതിലൂടെ നമ്മൾ യൂട്യൂബിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, നമ്മുടെ വീഡിയോയ്ക്കകത്തിൽ ഇത്തരത്തിലുള്ളൊരു കോണ്ടന്റ് ആണ് ഉള്ളതെന്ന്. പ്രത്യേകിച്ചും ഇത് ബാധകമാകുന്നത് ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസുകളിലൊക്കെ തന്നെയാണ്. നോർമലി എൻ്റർടൈനിങ് ആയിട്ടുള്ള കോമഡി വീഡിയോസുകളിലൊന്നും വലിയ രീതിയിലുള്ള ടൈറ്റിൽ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസുകൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടൈറ്റിൽ ശ്രദ്ധിക്കുക. സോ ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു തരത്തിലുള്ള കോണ്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്തിലുള്ളതെന്ന് മനസ്സിലാക്കാനും. സോ ദെൻ അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സും കാണുന്ന സമയത്ത് അവർക്കും അത് വായിച്ചിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ടായിട്ടുള്ള ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ 2 കാര്യം ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 2 കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ. മെയിനായിട്ട് ഞാൻ ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. കാരണം ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിലേക്ക് ആൾക്കാർ കയറിയിട്ട് അവർ പെട്ടെന്ന് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും അതല്ല, നിങ്ങൾ ക്ലിക്കബിൾ ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്താലും നല്ല ടൈറ്റിൽ കൊടുത്താലും ആൾക്കാർ നമ്മുടെ വീഡിയോസിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടന്റ് ക്വാളിറ്റി കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വളരെയധികം താഴാനും അതുവഴി നമ്മുടെ വീഡിയോസ് ആൾക്കാരിലേക്ക് സജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എബോവ് ഒരു 50% ആകുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള റീച്ച് നമ്മുടെ വീഡിയോസുകൾക്ക് കിട്ടും. ആ ഒരു വീഡിയോ ആൾക്കാർ കൂടുതലായിട്ടിരുന്ന് കാണുമ്പം യൂട്യൂബിന് മനസ്സിലാവും ഈ ഒരു വീഡിയോയ്ക്കകത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് സജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നല്ലതാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടന്റ് ക്വാളിറ്റിയിലൂടെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ തംബ്നെയിലും ടൈറ്റിലും കൊടുത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ കോണ്ടന്റിലൂടെ ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷനും കൂടുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളും കറക്റ്റ് നിങ്ങളുടെ വീഡിയോസിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ അതിനേക്കാട്ടിൽ റീച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂട്യൂബിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് വളരെ ചുരുങ്ങിയ വീഡിയോസുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും അതുവഴി നല്ല രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞെന്ന കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുപോലുള്ള വീഡിയോസുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ നല്ല കിടിലൻ വീഡിയോസുകൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.